ആ ഒരു അനുഗ്രഹം. അതാണ് അതിദിവ്യമായ രാസലീല. രാസപഞ്ചാധ്യായി എന്നാണ് പറയും. ശ്രീമദ് ഭാഗവത്തിലെ ശ്രദ്ധയോട് കൂടിയിട്ട് പഠിക്കേണ്ട ഒരു ഭാഗമാണ് രാസലീല. തെറ്റിദ്ധാരണ ഉണ്ടാവുകയുണ്ട്. ഒരു സ്ത്രീ പുരുഷ ബന്ധമല്ല ഈ ഒരു കഥയിലൂടെ ഭാഗവതം നമുക്ക് പറയുന്നത്. ജീവാത്മാ പരമാത്മാ സമ്മേളനം തന്നെയാണ് ഈ ദിവ്യമായിരിക്കുന്ന ഈ ഒരു രാസലീല. 5 അധ്യായം. ആരാണോ ഈ 5 അധ്യായങ്ങൾ ശ്രദ്ധയോട് കൂടിയിട്ട് പഠിക്കുന്നത്, അവരുടെ ഉള്ളിൽ നിന്ന് ഹൃദ്രോഗം പൂർണ്ണമായിട്ടും ഇല്ലാതായിത്തീരും എന്ന ഒരു ഫലശ്രുതിയും കൂടി ഈ കഥയ്ക്കുണ്ടായിരുന്നു. അപ്പൊ എന്താ ഹൃദ്രോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഹൃദ്രോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ബാധിക്കുന്നതായ ചില രോഗങ്ങളുണ്ട്. ഈ ഹൃത്തിനെ ബാധിക്കുന്നതായിട്ട് രോഗങ്ങൾ. ഏത് ഈ രോഗങ്ങള്? കാമ, ദ്വേഷ, മത, മത്സര, അസൂയ, ഇതൊക്കെ തന്നെയാണ്. ഇതൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മുടെ വാസസ്ഥാനം വൈകുണ്ഠായില്ലേ. പലപ്പോഴും ഈ നരകാവസ്ഥ ഉണ്ടാവാൻ കാരണം എന്താ വെച്ചാൽ, വേറെ ആരല്ല കുഴപ്പക്കാരെ, വേറെ ആരും നമ്മളൊന്നും ചെയ്യുന്നുമില്ല. നാം തന്നെ ഓരോരുത്തരിലും കൽപ്പിക്കുന്നതായ ചില ഭാവങ്ങളാണ്. അത് ബന്ധുവാണ്, അത് മിത്രമാണ്, അത് ശത്രുവാണ്, അത് ഇന്ന ആളാണ്, ഇത് ഇന്ന ആളാണ് എന്ന് ഓരോരുത്തരിലും നാം കൽപ്പിക്കും തോറും എന്താ ഉണ്ടാവുമെന്ന് വെച്ചാൽ, ശ്രദ്ധിക്കണേ, നമ്മളൊക്കെ ആ ഭഗവാനിൽ നിന്നാണ് അകന്നു പോകുന്നത്. എന്നാൽ ഒരേപോലെ ഒരേ കണ്ണോട് കൂടിയിട്ട് കാമ, ദ്വേഷ, മോഹാദികളൊന്നുമില്ലാതെ നമുക്ക് എല്ലാവരെയും കാണാൻ പറ്റുന്നുണ്ടോ? എന്നാൽ ആ ഭഗവാൻ നമ്മുടെ ഹൃദയത്തിൽ പ്രകാശിച്ചു എന്ന് വേണം പറയാൻ. അപ്പം ഈ 5 അധ്യായം പഴയകാല ആചാര്യന്മാർ പറയാറുണ്ട്, ഇനി ഭാഗവതം മുഴുവൻ വായിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ദശമസ്കന്ധമെങ്കിലും വായിക്കണേന്ന് പറയും. ഇനി ദശമസ്കന്ധവും വായിക്കാൻ പറ്റിയില്ല എന്ന് വയ്ക്കാം, അതിൻ്റെ നടുക്കുള്ള ഒരു 5 അധ്യായമുണ്ട്, രാസപഞ്ചാധ്യായി, അതെങ്കിലും വായിക്കണേന്ന് പറയും. ഇനി അതും വായിക്കാൻ പറ്റിയിട്ടില്ല എന്ന് വയ്ക്കാം, അതിൻ്റെ നടുക്കായിട്ട് ഒരു ഗീതമുണ്ട്, ഗോപികാ ഗീതം, അതെങ്കിലും വായിക്കാൻ പറയും. ഇനി അതും വായിക്കാൻ പറ്റിയില്ല, ഇനി കൂടുതലും ചിന്തിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു തലത്തിലേക്ക് മനസ്സിനെ ഉയർത്താൻ നമുക്ക് സാധിക്കട്ടെ. നമുക്ക് ഈ ഒരു സന്ദർഭത്തിൽ രാസപഞ്ചാധ്യായി ഒന്ന് പഠിക്കാനായിട്ട് ശ്രമിക്കാം. കേൾക്കാനല്ല, പഠിക്കാനായിട്ട് ഒന്ന് ശ്രമിക്കാം. പല പല ആശയങ്ങൾ ഈ അധ്യായങ്ങളിലൂടെ മനസ്സിലാക്കിയെടുക്കാനായിട്ടുണ്ട്. പുസ്തകമുള്ളവരെ ശ്രദ്ധിച്ചോളൂ, ഗ്രന്ഥത്തിലൂടെ തന്നെയാണ് പോകുന്നത്. ഗോവിന്ദനാമ സങ്കീർത്തനം. വിഷയം 29 മുതലുള്ള 5 അധ്യായങ്ങൾ ശ്രദ്ധയോടുകൂടിയിട്ട് കേൾക്കാം. അതിന് 1-ാമത്തെ ശ്ലോകം തന്നെ ശ്രദ്ധിക്കും. ഭഗവാൻ അപിതാരാത്രീ ശരദോദ്ഭുല്ലമല്ലികാഃ വീക്ഷരന്ധം മനശ്ചക്രേ യോഗമായാം ഉപാശ്രിതാഃ. ഭഗവാൻ അപിതാ രാത്രി നീട്ടിപ്പറഞ്ഞു. രാത്രി എന്ന് നീട്ടിപ്പറഞ്ഞു. എന്താ ഈ രാത്രി ദീർഘത്തോട് പറയാൻ കാരണം? ഇത് ഒരു ദിവസം ഉണ്ടായതല്ല, ഇന്നും തുടർന്നുകൊണ്ടിരിക്കുന്ന ഒന്നാണ് ദിവ്യമായ രാസലീല. ഇപ്പോൾ വൃന്ദാവനത്തിലൊക്കെ പോയവരാണെങ്കിൽ അത്യത്ഭുതം തോന്നും. വൃന്ദാവനത്തിലെ നിധിവനത്തിൻ്റെ ആ ഭാഗത്തൊക്കെ ഒന്ന് പോയിട്ട് നിൽക്കാം. ഏകദേശം വൈകുന്നേരം ഒരു 6 മണിയൊക്കെ ആകുമ്പോൾ, എന്താ വെച്ചാൽ ഈ അസ്തമനത്തിൻ്റെ സമയം ഓരോ ദിവസം ഓരോ പോലെയാണല്ലോ, ഓരോ കാലത്ത് ഓരോ പോലെയാണല്ലോ. അപ്പോൾ അസ്തമനത്തോട് അടുത്ത സമയത്ത് ഈ നിധിവനം ഭാഗത്തെത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലുള്ളതായിരിക്കുന്ന ഈ പക്ഷികൾ നല്ല രസമാണത് കാണാൻ വേണ്ടിയിട്ടാണ്. ഒരു 100-500 കുരങ്ങന്മാർ വരിയായിട്ട് പുറത്തേക്ക് പോകും. അതിൻ്റെ പുറകെ ചിൽ ശബ്ദത്തോട് കൂടിയിട്ട് അണ്ണാന്മാരിങ്ങനെ വരിയായിട്ട് ഇങ്ങനെ പുറത്തേക്ക് പോകുന്നതാണ്. പിന്നീട് ഇങ്ങനെ കൂട്ടമായിട്ട് വിവിധ തരത്തിലുള്ള പക്ഷികൾ ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ പറന്ന് ഇങ്ങനെ പോകുന്നതാണ്. ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ചെറിയ ജീവികൾ പോലും, അതായത് ഉറുമ്പ് മുതലായിരിക്കുന്ന ചെറു ജീവികൾ പോലും വരിയായിട്ട് ഓരോരോ ഭാഗത്തേക്ക് ഇങ്ങനെ നീങ്ങുന്നത് കാണാനായിട്ട് സാധിക്കും. ഈ വർത്തമാന കാലത്ത് കൂടി കാണുന്ന ഒരു അത്ഭുതമാണത്.
അടുത്ത ദിവസം പ്രഭാതമായി കഴിഞ്ഞ്